എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വേനൽക്കാലത്തൊക്കെ നമുക്ക് നല്ല തണുപ്പിച്ച് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. രാഗിയും പാലും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2.25 ടേബിൾ സ്പൂൺ രാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിന് പകരം നമുക്കിതിലേക്ക് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തിളപ്പിച്ചിട്ടുള്ള പാലോ തിളപ്പിക്കാത്ത പാലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരണം. പാലൊക്കെ ഏകദേശം നന്നായിട്ട് ചൂടായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള രാഗിപ്പൊടിയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രാഗിയുടെ മിക്സിൻ്റെ അടിയിൽ നന്നായിട്ട് കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. രാഗിയുടെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ തിളപ്പിച്ചെടുത്താൽ മതിയാവും. രാഗിയുടെ ഈ ഒരു മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതിയാവും. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇനി 1 ടീസ്പൂൺ ബ്ലാക്ക് കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് സോക്കായിട്ട് കിട്ടും. രാഗിയുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കേണ്ട, ആദ്യം ഒരു പകുതി ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് 2 ചെറുപഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ആ രാഗിയുടെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഒപ്പം തന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് മാതളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആപ്പിൾ, ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ചെറുപഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചുകൂടി ഐസ് ക്യൂബ്സ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള നമ്മുടെ റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്